നല്ല ലോ ബഡ്ജറ്റിന് നിങ്ങളൊരു വലിയൊരു ഹൗസ് പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 20.6 സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ. നല്ല ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ ഇനി അതല്ല നിങ്ങൾക്കൊരു വീട് വയ്ക്കാനോ ഒരു ചെറിയ ബഡ്ജറ്റിനുള്ള ഇപ്പോൾ ഒരു 6 വീടായിട്ട് വയ്ക്കുവാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പ്രോപ്പർട്ടി എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു വില്ല പ്രോജക്റ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ 20.6 സെൻറ്റ് ഉണ്ട്. ഇതിനകത്തൂടെ ഒരു വഴിയിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 6 പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഇതാ ഷെഡൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് നമുക്ക് വീടിൻ്റെയൊക്കെ വർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ ബഡ്ജറ്റിന് ഈ ലൊക്കേഷനിൽ വീട് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പള്ളിച്ചൽ സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പുന്നമൂട് ജംഗ്ഷൻ വരിക, അവിടെ നിന്ന് വലത്തോട്ട് കല്ലിയൂർ റൂട്ടിലേക്ക് വരിക. കല്ലിയൂർ ജംഗ്ഷൻ വന്നിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കല്ലിയൂർ കേരള ബാങ്ക്, പഴയ കേരള കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന വഴി, അവിടെ നിന്ന് കേരള കോർപ്പറേറ്റീവ് ബാങ്ക്, കേരള ബാങ്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം 650 മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. കരഭൂമിയാണ്. ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. നമുക്കിതിൻ്റെ ബാക്കിൽ അതിര് വരുന്നത് അവിടെ ഒരു തോടാണ്. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തേക്കെല്ലാം വയലാണ്. നമുക്കിതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം കരഭൂമിയാണ്. ഇതാ ഈ ചുറ്റുവട്ടം നോക്കി, ഇതുപോലെ വീടുകളൊക്കെ ഉള്ള കരഭൂമിയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് ഒരു തോട് വരും, അത് കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ളത് വയലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇവിടെ ഒരു മൊത്തത്തിലെടുത്ത് ഒരു വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബിൽ ഒരു റിസോർട്ട് ആംബിയൻസിൽ ഒരു വീട് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നു വെച്ചാൽ പ്രോപ്പർട്ടി ഇതാ ഇങ്ങനെ ഒരു ചരിവുണ്ട്. അപ്പോൾ നമുക്കിവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി നോക്കി നല്ല രസമാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് താമസിക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുന്നമൂട് ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടി വരെയൊക്കെ ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പള്ളിച്ചൽ കയറാം, അതായത് NH-ലേക്ക് ഈസിലി കയറാം. അതുപോലെ തന്നെ വിഴിഞ്ഞം സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് പുന്നമൂട് ജംഗ്ഷനിൽ അവിടെ പോയിട്ട് വിഴിഞ്ഞത്തോട്ട് പോകാം. ഇനി അതല്ല കല്ലിയൂരിൽ നിന്ന് നമുക്ക് തിരുവല്ല സൈഡിലേക്ക് പോകണമെങ്കിൽ ആ രീതിയിൽ പോകാം. അങ്ങനെ എല്ലാ സൈഡിലേക്കും ആക്സസ് ഉള്ള ലൊക്കേഷനാണ്. ടോട്ടലായിട്ട് 20.6 സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. അതായത് സെൻറ്റിന് 4 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പ്രൈസാണ് ഈ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഇതുപോലെ കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിന് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ചെറിയൊരു ഔട്ട്സ്കേർട്സിലേക്ക് മാറി ഈ ഒരു റേറ്റിന് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എന്തായാലും നേരിട്ട് വന്ന് കണ്ടോ. ഇത് കാരണം ഈ പ്ലോട്ടൊക്കെ ഈ ഒരു ചുറ്റുവട്ടം നമ്മുടെ വെള്ളയാണി ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഒരു 2 വർഷം 3 വർഷം മുമ്പ് 4 ലക്ഷം രൂപയെ കിടന്ന വസ്തുക്കളൊക്കെ ഇപ്പോൾ ചോദിക്കുന്ന വില 9 ലക്ഷം 10 ലക്ഷമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെയുള്ള ആ ഒരു ഗ്രോത്ത് വരുന്നത്. നമ്മൾ കമ്പാരിറ്റീവ്ലി സിറ്റിക്ക് അകത്തുള്ളതിനെക്കാട്ടും സിറ്റിയിൽ നിന്ന് കുറച്ചൊന്നും മാറി ഈ ഒരു ലൊക്കേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിലും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയിടാവുന്നതാണ്. ടോട്ടലായിട്ട് 20.6 സെൻറ്റ് സ്ഥലം 80 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം.